അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര കാലം വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പനിയായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കഫേയിലോട്ട് പോവാം. തുറക്കുക. എന്താണ് ഇത്? അതിൻ്റെ ഇടയിൽ കയറിയതിനെ പോവാം. നമ്മൾ അന്നിട്ട് വീഡിയോ വലിയ ലൈക്കൊന്നും കിട്ടില്ല ഗൈസ്. അപ്പോൾ അതെല്ലാം ലൈക്ക് ചെയ്യുക, സബെല്ലാം ചെയ്യുക. നമ്മളെ ഇൻ്റർനെറ്റ് കഫേയിലേക്ക് കയറിയിരിക്കും. എന്തെന്നാണ് കച്ചറിയാം. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ പൈസ. അതെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് കട ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ടുണ്ട്. പൈസ കുറവാണ് പൈസ, 860 റുപ്യ. ഹംഗറിയാണ്, ഞാൻ തിന്നിട്ടെ. കട പറഞ്ഞാൽ എന്ത് തിന്നുന്നേ? തുറന്നു എന്നാ പീസൊക്കെ എത്രയാണ് പൈസ നോക്കൂല, നമ്മൾ ഈറ്റ്. എത്ര തുറന്ന് കട തുറന്ന് എല്ലാവരും വരൂ. ഇൻ്റർനെറ്റ് കട തുറന്നു. ആ ചേച്ചി നമ്മളെ കടയിലാണ്. നമുക്ക് 860 റുപ്യ എടുത്തിട്ട് എന്നാ വാങ്ങാൻ നോക്കാം ഗൈസ്. എന്നാ വാങ്ങാൻ പറ്റുക? ജാമാൻ്റെ കാലത്തെ PC തുറന്നു ഓപ്പൺ ആവും. ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. ഓപ്പൺ ആയി. ബില്ല് കുറേ എടുക്കാറുണ്ട് ഗൈസ്. അൽഹംദുലില്ലാ. നമുക്ക് ഈ ചെറിയ പൈസ എല്ലാം അടച്ചെടുക്കാം. ഇനി എത്ര? 600 റുപ്യ. ഇതെടുക്കാം. ഇല്ല പൈസ നമ്മൾ പിന്നെ സെറ്റാവും ഗൈസ്. ഇതെല്ലാം കുറേ സംഭവമെല്ലാം വെച്ചിട്ട് കുറേ ഗെയിമിങ്. നമ്മൾ ബോഡി ഗാർഡിനെല്ലാം വെച്ചുകൊണ്ടാലും പൈസ തരാണ്ട് പോകില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ കാര്യമെല്ലാം ചെയ്തുകൊണ്ടാണ് നമുക്ക് പൈസ നമ്മളെ കയ്യിൽ നിൽക്കാത്തത്. പക്ഷെ ഇത് ചെയ്താൽ നല്ലതാണ്. എല്ലാ കള്ളം വന്നിട്ട് എല്ലാം എടുത്തിട്ട് പോകും ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചത്. പൈസ പോയാൽ ബോഡി ഗാർഡ് ടലക്കും. അതിന് മുമ്പേ പൈസ തരണം കേട്ടോ. ഈ ആർക്കേഡ് മെഷീനിൽ പൈസ ഇട്ടിട്ടേ കളിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇടാണ്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് പ്രശ്നമില്ല. നല്ല പണിയെടുക്കും ബോഡി ഗാർഡ്. ബോഡി ഗാർഡ് വേറെ ഒരാളെയും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നല്ലോ ഗൈസ്. ഓക്കെ. വർക്കേഴ്സ് ഇതിലാണുണ്ടോ? ഷെഫിനെ വേണ്ട. നമുക്ക് ഷെഫിനെ വേണ്ട, കാരണം നമ്മളിവിടെ ഇത് തുറന്നിട്ടില്ല. നമുക്ക് ഇത് തുറക്കണം. ഇത് ഈ സംഭവം തുറന്നാലേ ഷെഫിനെ വെക്കാൻ പറ്റും. അപ്പോൾ രണ്ടാൾ കളിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് മറ്റേത് കളിച്ച് നോക്കാം. പൈസ ഇട്ടിട്ട് കളിക്കുന്ന ഒരു ഗെയിമിൽ നമുക്ക് ഗെയിമിൻ്റെ അകത്ത് ഗെയിം കളിക്കാം ഗൈസ്. ഇതിന് 50 കിട്ടുക. പൈസ പോയി. പോയ പൈസ തിരിച്ചെടുക്കണം. പോയി എല്ലാം കിട്ടും. എനിക്ക് കളിക്കാൻ പൈസ ഉള്ളത് എന്തെന്ന്. നമുക്ക് കുറേ റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഐ ഹാഡ് എ ഗുഡ് ടൈം. നല്ല റേറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവൻ ഇറങ്ങിപ്പോണ്ട്. PC തള്ളിയിട്ടപ്പോ ഇതുപോലെ കണ്ണ് കാണുന്നില്ല. പൈസ എന്നില്ല കളി അടിക്കാൻ. പക്ഷേ ഈ PC എല്ലാം തട്ടി മറിച്ചു. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓൻ പൈസ എല്ലാം തന്നിനേ.
നല്ല പൈസ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തിരിക്കുന്നവൻ്റെ തട്ടി അടച്ചിട്ടുകൊണ്ടാണ് ഓൻ എണീച്ച് പോയത് ദേഷ്യം പിടിച്ചിട്ട്. അപ്പോൾ ഓൻ്റെ പൈസ നമുക്ക് കുറഞ്ഞു പോയി ഗൈസ്. ഇതായി നമ്മൾ ഈ ബോഡി ഗാർഡിനെ വെച്ചിട്ട് ഈ പൊട്ടെ നമ്മളെ സാധനം അടിച്ചോണ്ട് തലക്ക് ഞാൻ തന്നെ കൊടുക്കും നമ്മളെ ബാറ്റ്. ഈ ബാറ്റ് എടുത്തിലൂടെ തല കൊണ്ട് അടിച്ച് പൊളിക്കും. വേടാ ഇനി ഏടിയാണ് പോകുന്നത്. ഞാൻ കടയിൽ വന്നിട്ട് നോക്കുന്നു പോടാ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ആൾ നിന്നിട്ടുണ്ട്. നമുക്ക് ഈ ബില്ലെല്ലാം ഒന്ന് അടിച്ചു തീർക്കാം ഈ പൈസ വെച്ചിട്ട്. എന്നിട്ട് ബില്ല് അടിച്ചതിന് ശേഷം ഇല്ലേ നമുക്ക് ബില്ല് അടക്കണം. നമുക്ക് അടുത്ത ആർക്കേഡ് മിഷനായിട്ട് മാറാം. അതിന് നല്ല ഡിമാൻഡ്. ആർക്കേഡ് മിഷൻ്റെ പൈസ എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. അപ്പം നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമുക്ക് ആർക്കേഡ് മിഷൻ ഉണ്ടാക്കേണ്ട പൈസ കിട്ടിയിട്ട് നമുക്ക് വാങ്ങാം. 1000 സംതിങ് വേണം. ഇതിനെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ നോക്കണം. അപ്പോൾ 1200 വാങ്ങാൻ പറ്റുമോ? ഇത് വാങ്ങാൻ പറ്റും. ഇത് വാങ്ങിക്കാം. ഈ ബാക്കി പൈസ ബില്ലെടുക്കാം. ബില്ല് എവിടെ? ബില്ലിന് അടക്കാൻ പറ്റില്ല. ഈ ബില്ല് എല്ലാം കൂടി എത്രയാണ്? 2000 ഒരുമിച്ചാണ്. എന്നാ മെസ്സേജ് ഈ മൈസ്റ്റോ ഇത് റേറ്റിംഗ് ആണ് ഗൈസ്. നല്ല കുറച്ച് നല്ല റേറ്റിംഗ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ആർക്കേഡ് മിഷൻ വന്നോ നോക്കാമല്ലോ. വന്നു ഗൈസ്. നമുക്കിത് ഇപ്പുറത്തേക്ക് ഫിറ്റ്. വേറെ സത്യമാണ് ഇത്ര വലിയ സാധനം ഒറ്റ കൈ പൊക്കുന്നു. ഗെയിമിനൊരു ഫിസിക്സ് ഇല്ല. നമുക്ക് കുറേ ആൾ ആർക്കേഡ് മിഷനിലിട്ട് കളിക്കുക. 2 വീശിലപ്പോൾ പൈസ ഇരട്ടി ചെയ്യായിരുന്നു ബിസിനസ്. അപ്പോൾ അടുത്ത ആളും വന്നിട്ടുണ്ട്. നമ്മൾ VC ഗെയിം കളിക്കാൻ. ഗെയിം വാങ്ങാൻ പറ്റും. നമ്മൾ ഏതോ ഒരു ഗെയിം അന്ന് വാങ്ങിയിരുന്നു. ആ ഗെയിം ഏതാ നോക്കണം. നമ്മൾ വാങ്ങിച്ച ഗെയിം ഫിഫ ആയിട്ടുണ്ട്. ഗെയിമിനെ വാങ്ങണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ബില്ല് നിൽക്കാം. അല്ലെങ്കിൽ കറണ്ട് പോയി ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത ഗെയിം ഏതെല്ലാം കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മറ്റേ ബസ്റ്റഡ് ഗെയിം നിർത്തി. അത് ഫോണിലങ്ങനെ മോഡലിങ്ങനെ കളിക്കുമ്പോൾ ഭയങ്കര ലാഗ് ആയി. അങ്ങനെ ബാക്കായി കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. അതാണ് ഇൻ്റർനെറ്റ് കഫേയിലേക്ക് കയറിയത്. ഇതിൽ വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്തയാളും കൂടി പോകുന്നുണ്ട്. ഒന്ന് അനങ്ങി നടക്കണേ. കുലുങ്ങി നടക്കുന്നു. വേഗം കളിച്ചില്ല എന്തോ ആണ്. അപ്പോൾ കുറച്ച് വിശക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ബ്രെഡ് തന്നേക്കാം. ബ്രെഡിന് 10 റുപ്യ. നമ്മളെ 40 റുപ്യ എടുത്താൽ ഒരു ഫുൾ ബ്രെഡ് കിട്ടല്ലോ. ഈ ലൊട്ട പോലത്തെ ചെറിയ ബ്രെഡിന് 10 റുപ്യ. അപ്പോൾ 10 റുപ്യാണ് നമ്മൾ പറയുന്നത്. $10. $10 വലിയ പൈസ. ചെറിയ കാശ് നടത്തി. അടുത്ത റേറ്റിംഗ് വന്നിട്ടുണ്ട്. എന്നാൽ നോക്കാം. അടുത്ത റേറ്റിംഗ് എന്താണ്? ഹൈ ഹാഡ് എ ഗുഡ് ടൈം എന്നെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഹൈ ഹാഡ് എ ഗുഡ് ടൈമിന് നല്ല റേറ്റിംഗ് 3.3 ഉണ്ടായി. അപ്പോൾ അടുത്ത ഇവരൊന്ന് എണീച്ച് പോയിട്ട് എത്ര പൈസ കിട്ടാൻ നോക്കാം. അപ്പോൾ ആർക്കേഡ് മിഷനിൽ പുതിയ ആർക്കേഡ് മിഷൻ എല്ലാവരും കളിക്കുന്നില്ലടി. ഈ പൊട്ടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തോ ഒരു ഇതാവും. വലിയ പടം ആൾക്കാർ കയറുമല്ലോ ഓനാടെ ഉള്ളതുകൊണ്ട്. ഹോംലെസ് കായ് ഓനെല്ലാം നമുക്ക് അടിച്ച കളയാണ്. പോലീസിന് വന്ന് നോക്കുന്നുണ്ട്. പ്രശ്നമുണ്ടോ? അപ്പോൾ
എത്ര മണിയായി? നമുക്ക് എത്രയോ മണിക്ക് കിടക്കണം? 12 മണിയാകും. ആ സമയത്ത് കിടക്കണം. സമയമായിട്ടില്ല. അടുത്ത റേറ്റിംഗ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ ആദ്യം ഇരുന്ന ആള് 310 ഉറുപ്പ്യക്ക് ആണ് ഗെയിം കളിച്ച്. ഈ ഇപ്പുറത്തെ ആൾ ഇപ്പോൾ തീരും. ഓന് 200 ഓൻ തീർന്നുണ്ടോ? ഓൻ 200 സംതിങ് പൈസക്ക് കളിച്ച് ഗൈസ്. ആദ്യത്തെ ആ 310 തന്ന ആള് 2.87% റേറ്റിംഗ് ആണ് ഗൈസ്. നല്ലൊരു റേറ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടിയത് നോക്കാം ഗൈസ്. നമുക്ക് ഈ ഫസ്റ്റത്തെ ആണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. 3.89. അപ്പോൾ അതാണ് ബില്യൺ റേറ്റിംഗ്. റേറ്റിംഗ് കൂടുന്നതിന് ആൾ കൂടും ഗൈസ്. ഇത് നമ്മളെ കട മറ്റേ കിച്ചൺ കമ്പാർട്ട്മെൻറ്റ് തുറന്നാലേ കിട്ടും ഗൈസ്. അത് അവർ പറയുന്ന സാധനം നമ്മൾ കൊടുക്കണം. തുറന്നില്ല, അതിനുള്ള ഫണ്ട് നമുക്കില്ല. ആക്കണം. നമുക്ക് അടുത്ത PC കൂടി ഒന്ന് വാങ്ങിയാലോ? PC വാങ്ങാൻ പറ്റുമോ നോക്കാം. എല്ലാം കൂടി എത്രയാവും? ഹാക്കായി 10 സെക്കൻഡിൽ ഹാക്കാവും. നമ്മളെ പൈസ പോവോ ഹാക്കായിട്ട്? 1000 സംതിങ് ഉണ്ടേ. അപ്പോൾ കഴിച്ച് നമ്മൾ ഹാക്കായിട്ട് പകുതി പൈസയും പോയി. അതുകൊണ്ട് നമുക്ക് ഫുൾ വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ ചെയറും PCയും അല്ല CPU വാങ്ങി. അതുകൊണ്ടാണ് ബാക്കി പൈസ എല്ലാം അവർ ഹാക്ക് കൊണ്ടുപോയി. ഹാക്കറിനെ കൈ കിട്ട തലയടിച്ച് കൊടുക്കും. ഈ PC ഓഫാക്കി ഇടാം, അല്ലെങ്കിൽ പിന്നെ ഹാക്കാം. എങ്ങനെയാണ് ഓഫാക്കട്ടെ? ഓഫാക്കാൻ പറ്റൂലേ? ഓഫാക്കാൻ പറ്റില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ബൈ.